നമസ്തേ സന്തോഷി. ഈ ശബരിമലയ്ക്ക് പോകുമ്പോ മുദ്രമാല അണിയുന്നത് പോലെ വേറെ ഒരു ക്ഷേത്രത്തിലും മറ്റു കാര്യങ്ങൾക്കും പോകുമ്പോ ഒരു മാല ധരിക്കുകയും ആ പോകുന്ന സ്ഥലത്തെ ആരാധനാമൂർത്തിയുടെ ചിത്രം അല്ലെങ്കിൽ പ്രതിമ അല്ല എന്തോ ആയിക്കോട്ടെ വിഗ്രഹം അത് കഴുത്തിൽ ആലേഖനം ചെയ്യുന്നതും വേറെ ഒരിടത്തും നടക്കാറില്ല. ഇപ്പൊ പളനിക്ക് പോകുമ്പോ അങ്ങനെയില്ല, ഗുരുവായൂർ പോകുമ്പോ അങ്ങനെയില്ല, മറ്റെവിടെയെങ്കിലും പോകുമ്പോഴും അങ്ങനെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോകുമ്പോ മാത്രം ഇങ്ങനെ മുദ്രമാല അണിയുകയും അതിൽ ഭഗവാന്റെ ചിത്രമോ അല്ലെങ്കിൽ പ്രതിമയോ ലോക്കറ്റോ പോലെയുള്ള സംഗതികൾ കണ്ഠത്തിൽ അണിയുകയും അത് പരിഭാവനമായി ശുദ്ധിയോടെ ശ്രദ്ധിച്ച് പോകുന്ന രീതിയാണ് കാണുന്നത്? എന്താണ് അതിന്റെ ഒരു ശാസ്ത്രീയമായ അടിത്തറ? എന്താണ് അതിന്റെ അടിസ്ഥാനമായ തത്വം എന്ന് പറഞ്ഞാൽ കൊള്ളാം. ശരിക്കും നമ്മള് ആ മാല ധരിക്കുകയാണ്, ശാസ്താവിനെ നെഞ്ചേറ്റുകയാണ്. ശാസ്താവിന്റെ ആ ചിഹ്നത്തെ, ആ വിഗ്രഹത്തെ, വിഗ്രഹിച്ചർത്ഥത്തെ ഗ്രഹിച്ച വിഗ്രഹത്തെ നെഞ്ചേറ്റുകയാണ്. അതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. ആ ധാരണ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട്, നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നീളം കൂടിയ മാല ഉപയോഗിക്കും. അത് ഒരു ചുറ്റായിട്ടിട്ടിട്ട് നെഞ്ചില് ആ ഭഗവാന്റെ ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച അവസ്ഥയിൽ നമ്മൾ നിൽക്കും. കാരണം ശാസ്ത്രം, ശ്രീധർമ്മശാസ്ത്രം, ആ ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും അറിവുള്ളതായിരിക്കണം. ശബരിമലയിലേക്ക് പോകാനായിട്ട് വ്രതമെടുത്ത ഓരോ അയ്യപ്പന്മാരും ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്ന, അറിവിനെ ചെയ്യുന്ന, അറിവിൽ ചരിക്കുന്ന, അറിവിനാൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, ഋതുചര്യയെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഈ 9 മണ്ഡലകാലങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള മാല ധരിക്കുമ്പോ ലോക്കറ്റ് ഹൃദയസ്ഥാനത്താണ് വരുന്നത്, മനസ്സിന്റെ സ്ഥാനത്താണ് വരുന്നത്. അതെ അതെ. നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സില് ജ്ഞാനം കയറണം. അതായത് ബ്രെയിന്റെ അണ്ടറില് മനസ്സ് വരുമ്പോൾ മനസ്സ് വർക്ക് ചെയ്യേണ്ടത് ജ്ഞാനശക്തിയുടെ ആജ്ഞയിലായിരിക്കണം. അപ്പൊ ശരിക്കും ബ്രെയിൻ ഇറങ്ങിയിട്ട് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബ്രെയിൻ എടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് മനസ്സിൽ വെച്ചിട്ടാണ്. അപ്പോ ശാസ്താവിനെ പ്രതിഷ്ഠിച്ച്, ബ്രെയിനിനെ, ബ്രഹ്മശക്തിയെ പ്രതിഷ്ഠിച്ച് മനസ്സിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അറിവേ ചിന്തിക്കൂ, അറിവേ ഭജിക്കൂ, അറിവേ ഭുജിക്കൂ. അതിനു വേണ്ടിയിട്ട് മനസ്സിലേക്ക് ബ്രഹ്മശക്തിയെ നേരിട്ട് മനസ്സിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ ശാസ്താവിന്റെ, അതായത് രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന മുദ്രയുമായിട്ടിരിക്കുന്ന ശാസ്താവിന്റെ ആ വിഗ്രഹത്തെ തന്നെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് നെഞ്ചേറ്റിക്കൊണ്ടിട്ട് ആ ശരിക്കും പറഞ്ഞാൽ ആ മുദ്ര തന്നെയാണ് നമ്മൾ മുദ്ര നിറയ്ക്കുമ്പോഴും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നതിന്റെ പിന്നിലെ ശാസ്ത്രതത്വം വളരെ വലുതാണ്. അല്ല, അങ്ങനെ വരുമ്പോ ഈ മണ്ഡലകാലം ആ വ്രതകാലം മാത്രമാണ് ഇത് ധരിക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ ശബരിമലയിൽ പോയിട്ട് തിരികെ എത്തുന്ന ഭക്തൻ ഇത് ഇരുമുടി കെട്ട് നമ്മൾ ഇരുമുടി കെട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. ആ ഇരുമുടി കെട്ടിലാണ് ഞാൻ എന്റെയൊക്കെ രീതി അനുസരിച്ചാണെങ്കിൽ ആ ഇരുമുടി കെട്ട് തിരിച്ചു വന്നതിന് ശേഷം ആ ഇരുമുടി കെട്ടിലേക്കാണ് ഈ സത്യത്തിൽ ഈ മുദ്രമാല തിരിച്ച് ഊരി അണിയിക്കുന്നത്. പലയിടത്തും പല രീതിയിലുള്ള ആചാരങ്ങൾ. ചിലയിടത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടാ സമർപ്പിക്കും. ചിലയിടത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഒരു സ്ഥലം ഉണ്ടാവും, മാല ഊരേണ്ട സ്ഥലം. ഇങ്ങനെ പല രീതിയിലാണ്. ചിലര് അത് ഭദ്രമായിട്ട് ആ ഇരുമുടി സഞ്ചിയും എല്ലാം കൂടി ഭദ്രമായിട്ട് ഇടുക്കി അവിടെ വയ്ക്കും, വീട്ടില് പൂജാമുറിയില്. അതെ, ഞാൻ വർഷങ്ങളോളം ഇരുമുടി സ്ഥിരമായി ഒരു ഇരുമുടി തന്നെ വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. തിരിച്ചു പോരുമ്പോ ശ്രീധർമ്മശാസ്ത്രത്തിൽ വിലയം പ്രാപിച്ച് ആയുധമെടുക്കാതെ ശരിക്കും ശാസ്താവായിട്ട് തന്നെയാണ്, അയ്യനായിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അവൻ ശാസ്ത്രവിശ്വാസിയാണ്, അവൻ ആര്യനാണ്, അവൻ ശ്രേഷ്ഠനാണ്. പിന്നെ ബീവറേജിന്റെ ക്യൂവിലേക്കല്ലല്ലോ പോകേണ്ടത്. അല്ല, പിന്നെ സാത്വികമായിട്ടുള്ള ചിന്ത, സാത്വിക ഭാഷണം, അതിനാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അല്ലെങ്കിൽ ആ ഒരു വ്രതകാലം മാത്രം മതി ഒരു വർഷത്തേന് കൃത്യമായി സഞ്ചരിക്കാനും ജീവിക്കാനുള്ള ഊർജം കിട്ടാൻ, അല്ലേ? തീർച്ചയായിട്ടും അറിഞ്ഞ് ആചരിക്കണം.
അനർത്ഥങ്ങളെ ഇല്ലാതാക്കാനായി. ശാസ്ത്രത്തിലാണ്, ഏറ്റവും വലിയ ശാസ്ത്രത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്തെ ഞെട്ടിക്കുന്ന ശാസ്ത്രതലമാണ് ശബരി പീഠത്തിലുള്ളത്. നമ്മളുടെ ജീവന് കലിയുഗ വരദനായിരിക്കുന്ന അയ്യപ്പന്റെ, ആ ശാസ്താവിന്റെ ആ ദർശന പുണ്യമാണ് നമ്മളെ ഒരു വർഷം, ഒരു മണ്ഡലകാലത്തെ ചരിക്കുവാനായിട്ട്, മുന്നോട്ട് പോകുവാനായിട്ട്, മുഴുവൻ തടസ്സങ്ങളെയും നീക്കി മുന്നോട്ട് പോകുന്ന വൈഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശരിക്കും നമ്മള് ആ മണ്ഡലകാലത്ത് വ്രതം നോറ്റ് ശബരിമലയിൽ പോയിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പുതിയൊരു മനുഷ്യനായിട്ട്, ശ്രീധർമ്മശാസ്താവായിട്ട്, സാക്ഷാൽ അയ്യപ്പനായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ മണ്ഡലകാലത്ത് എടുക്കുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതമാണ്. ആ നിർദ്ദിഷ്ടമായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന വ്രതമാണ് 40.583 ദിവസം എടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ബ്രഹ്മചാരിയായിട്ട്, അറിവിന് വേണ്ടി ചരിക്കുന്നവരായിട്ട്, സത്യത്തെ, ധർമ്മത്തെ, നീതിയെ ചെയ്യുന്നവരായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മുഴുവൻ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് മുദ്ര അടയാളമായിട്ടുള്ള മാല ധരിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നു, ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പനാണ് ആ നിൽക്കുന്നതെന്ന് മറ്റുള്ളവർക്കാണ് ആദ്യം മനസ്സിലാകേണ്ടത്. അതാണ്, അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാശം ധരിക്കുന്ന പോലെ, പൂണൂൽ ധരിക്കുന്നത് പോലെ തന്നെ സമാനമാണല്ലോ ഈ കാര്യം. അതെ, ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ശാസ്താവിന്റെ മുദ്ര ധരിക്കുക. ആ ആൾക്ക് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ പറ്റും. അത്രയും വലിയ ഒരു മുദ്രയാണ് ശാസ്താവിന്റെ മുദ്ര. അപ്പോ സത്യത്തില് വ്രതകാലം ആരംഭിക്കുന്ന, മനസ്സിൽ നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ ഈ തത്വമസി മനസ്സിൽ ഉൾക്കൊണ്ടാണ് അറിഞ്ഞ, അതായത് സാധാരണഗതിക്കുള്ള ഭക്തന്മാരെ അറിയാതെയാണെങ്കിൽ പോലും ശരിക്കും തത്വമസി മനസ്സിൽ ആക്കിയിട്ടാണ് വ്രതകാലം തുടങ്ങുന്നത് തന്നെ. അതെ, അത് തന്നെയാണ്. അവിടെ ചെല്ലുമ്പോ അവർ എഴുതി വെച്ചിരിക്കുന്നത് ലയിക്കുമ്പോ ഉണ്ടാകുന്ന ആനന്ദ നിർവൃതി പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ്. അതെ, ഇത് ശരിക്കും അറിഞ്ഞാചരിച്ചാൽ ഒരു ലഹരിക്കും ഒരു ചൂതാട്ടത്തിനും മനുഷ്യനടിമപ്പെടില്ല. പൂർണ്ണമായിട്ടും ശാസ്ത്രത്തിൽ, ശാസ്താവിൽ വിലയം പ്രാപിക്കുന്ന രീതിയിൽ മനുഷ്യൻ ഓരോ മണ്ഡലകാലത്തും തിരിച്ചെത്തിയാൽ ആ നാടിന് ഓരോ വീട്ടിലും ഓരോ അയ്യപ്പന്മാര് വെച്ചിട്ടുണ്ടാവും. മാതൃലോകത്തെ സംരക്ഷിക്കാൻ ഓരോ അമ്മയുടെയും കണ്ണു നിറയില്ല. സർവ്വ അമ്മമാരെയും കാക്കുന്ന, മാതൃലോകത്തെ കാക്കുന്ന കരുത്തുള്ള വൈഷ്ണവ അവതാരങ്ങളായിട്ടുള്ള വിഷ്ണുവിന്റെ മോഹിനി ഭാവത്തിൽ ഈ ശൈവശക്തിയിൽ ജനിക്കുന്ന അവതാരങ്ങളായിട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകേണ്ടത്. ഒരു സംശയം കൂടെ അങ്ങോട്ടൊന്ന് ചോദിക്കുക ഈ സന്ദർഭത്തില്. ഈ ശബരിമലയ്ക്ക് പോകുന്നത്, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന, ശബരിമലയ്ക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകള്, അല്ല അവിടെ പ്രവേശനം സാധ്യമായിട്ടുള്ള ആളുകൾ, രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾ ഒഴികെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അതിനകത്ത് കുറെ കാലങ്ങളായിട്ട് വന്നിട്ടുള്ള മത വിഭാഗമുണ്ടല്ലോ, ഇവർക്ക് ഒന്നും യാതൊരു മതവിഭാഗത്തിനും അവിടെ ഈ അയ്യപ്പനായി ചെല്ലുന്ന, ആചരണത്തോട് ചെല്ലുന്ന ആർക്കും ആരെയും നിഷേധിക്കുന്നില്ലല്ലോ. നിഷേധിക്കാൻ എങ്ങനെ പറ്റും? അറിവല്ലേ അവിടെ ഇരിക്കുന്നത്, ശ്രീധർമ്മ ശാസ്ത്രമല്ലേ ഇരിക്കുന്നത്. അറിവിന് എന്താണ് അജ്ഞത ബാധിക്കുക? അറിവാണത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അയ്യപ്പന്റെ അടുത്ത് പോവാം. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അയ്യപ്പന്റെ അടുത്ത് ചെല്ലാം. മുഴുവൻ ആളുകൾക്കും ചെയ്യണം. പണ്ട് പറഞ്ഞിരുന്ന ഒരു രീതിയുണ്ട്, വികലാംഗന്മാർക്ക് ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കേട്ടിട്ടുണ്ടാവും അങ്ങ്. കാരണം അത്രയും വലിയ വനമായതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ലാത്തൊരവസ്ഥയുള്ളത് കൊണ്ടാണ് ആ ഒരു വാണിംഗ് കൊടുത്തിരുന്നത്. വൈകല്യമുള്ളവർക്ക് കഴിയുന്നതും ചെല്ലരുതിട്ടോ. ഇന്നതല്ല, മുട്ടിലഴഞ്ഞോ, നിലത്തഴഞ്ഞോ, ഭക്തിയുണ്ടോ? ഭക്തിയാണ് ബുദ്ധിയെ ശാരീരികമായിട്ട് ചേർത്ത് വെക്കുന്നത്. നമ്മളുടെ ക്രിയകൾക്ക്, നമ്മളുടെ പ്രവർത്തികൾക്ക്, ക്രിയാശക്തിക്ക് അർത്ഥങ്ങൾ ഉണ്ടാവണമെങ്കിൽ ബുദ്ധി ഉണ്ടാവണം. ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, ബുദ്ധിയും ശക്തിയും ഉണ്ടായാൽ പോരാ, ഭക്തി ഉണ്ടാവണം. അപ്പോൾ ശാസ്ത്രത്തിലാണ് ഭക്തി വേണ്ടത്. ആ ശാസ്താവിൽ ഭക്തി കൊണ്ട് ലയിച്ചാൽ ബുദ്ധി കൊണ്ട് നല്ല പ്രവൃത്തിയെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മള് ഒരിക്കലും അവിടെ ഒരാൾക്കും വേർതിരിവുണ്ടാവില്ല. കാരണം അത് ശ്രീധർമ്മശാസ്ത്രമാണ്. സർവശാസ്ത്ര നിലയങ്ങളുടെ നിലയമായിട്ടാണ് ശ്രീധർമ്മശാസ്ത്രം അവിടെ ഇരിക്കുന്നത്. ശ്രീധർമ്മശാസ്താവിലാണ്, അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കുന്നത്. അവിടെ ഒരു അജ്ഞതയും ഒരു വേലിക്കെട്ടും അവിടെ ആവശ്യമില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിലുള്ള ആളിനും, ഏത് തലത്തിലുള്ള ആളിനും, ഏത് വിഭാഗത്തിൽ ചിന്തിക്കുന്ന ആളിനും എല്ലാവർക്കും അവിടെ പ്രവേശനമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. രജസ്വല എന്ന് പറയുന്ന ആ അവസ്ഥയിലുള്ള ആളുകൾക്കൊഴിച്ച് ബാക്കി സർവർക്കും ഭക്തി കൊണ്ട് ശബരിമലയിലെത്താം. അല്ല, അതിന്റെ ഒരു പ്രധാന കാര്യം അങ്ങ് പ്രണവവേദയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ, പ്രണവവേദയ്ക്കകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, അറിവിന്റെ കേന്ദ്രമായതുകൊണ്ട് അറിവിലേക്ക് ലയിക്കുന്നതിന് ഒരു ഭാവവ്യത്യാസങ്ങൾക്കും ആവശ്യമില്ല, എല്ലാവർക്കും ലയിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ശബരിമല സമം അറിവ് എന്നാണ്. അതെ, അറിവാണ് പ്രതിഷ്ഠ. അതുകൊണ്ടാണ് അയ്യപ്പനും ശാസ്താവും ഒന്നാകുന്നത് അവിടെയാണ്. അയ്യനും അയ്യപ്പനും ശാസ്താവും എല്ലാം ഒന്നാകുന്നത് എങ്ങനെയാണ്? അറിവുള്ളവനും ദൈവമാണ്, അറിവും ദൈവമാണ്. അറിവ് എവിടെയാണ് പ്രകാശിക്കുന്നത് മോഹൻജി? ശരിയാ. അറിവ് നമ്മുടെ ചിത്തത്തിലാണ്, മനസ്സിലാണ് പ്രകാശിക്കുന്നത്. അല്ല, അറിവ് നമ്മുടെ ഉള്ളിലാണ് ഈ അറിവ് അനുഭവപ്പെടുന്നത്. ആ അറിവ് അവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് മാളികപ്പുറത്തമ്മയാണ്. മാളികപ്പുറത്തമ്മ ലോകമാതാവാണ്. ലോകമാതാവ് ശ്രീ പാർവതിയാണ്, മീനാക്ഷിയാണ്. ഈ മീനാക്ഷി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പുറത്ത് മധുര മീനാക്ഷി അവിടെ ഇരിക്കുന്നത്. നമ്മുടെ മാളികപ്പുറങ്ങളുടെ മേലെ ശ്രീ പാർവതി പരിശുദ്ധയായിരിക്കുന്ന ജലം ഗഗനാംബുവായി വന്നിട്ട് ഈ ശൈവ നിലയത്തിലേക്ക് വന്ന് പതിക്കണമെങ്കിൽ, മാളികപ്പുറത്തമ്മയായി വന്ന് എത്തണമെങ്കിൽ ശരത്കാലത്തെ മായ്ക്കുന്ന ശബരിപീഠത്തിൽ അവിടെ പ്രതിഷ്ഠിതമാവണം. എങ്കിൽ മാത്രമാണ് പഞ്ചദ്രാവിഡ ദേശങ്ങളുടെ പീഠമായിട്ട് ശബരിപീഠം അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ ഒരു സംശയം നിർത്തിക്കൊണ്ട് വരുക, മാളിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ജലം ഈ മഹാവൃക്ഷ പ്രകൃതിയാൽ എത്തുന്ന ജലം ആദ്യം എത്തുന്നത് ഭൂമിയിലേക്ക് പതിച്ചാല. ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗയാണ്. ആ ജലത്തിന്റെ പേരപ്പൊ ഗംഗ എന്നാണ്. മേഘമായിരിക്കുമ്പോൾ അതിന്റെ പേര് പുഷ്കല എന്നാണ്. ശാസ്താവിന്റെ ആദ്യത്തെ ഭാര്യയാണ്. അത് ആ പുഷ്കലയിൽ നിന്നും ഗമിക്കുമ്പോൾ, ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗയാണ്. ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ. ശൈവത്തിൽ പതിച്ചാൽ പാർവതിയാണ്. ആദ്യം എവിടെയാണ് പതിക്കുന്നത്? നമ്മുടെ മാളികയുടെ മുകളിലാണോ പതിക്കുന്നത് ശ്രീ പാർവതി? ശിവനിൽ തൊട്ടുപോയോ പാർവതിയാ? അപ്പൊ എവിടെ ആദ്യം പതിക്കുക? നമ്മുടെ മാളികകളുടെ മുകളിലാണോ ആദ്യം പതിക്കുക? അതെ. ശൈവത്തിൽ തൊട്ടാൽ പാർവതിയാണ്. ഈ ശിവത്വത്തിൽ, ഈ ഭൂമിയിൽ തൊട്ടാൽ പാർവതി. അപ്പൊ പാർവതി എവിടെ ആദ്യം വരുന്നത്? മാളികപ്പുറത്തല്ലേ വരുന്നത്. അപ്പൊ മാളിക എന്ന് പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. മാളികപ്പുറത്തമ്മ പവിത്രമായിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന ജലമാണ്. അല്ല, അങ്ങനെ എനിക്ക് ഒരു സംശയമുള്ളത്, ഈ മാളിക എന്നുള്ളത് ഒന്നുകൂടി അന്നൊന്ന് വിസ്തരിച്ച് തരണം. മാളിക എന്താണ്? മാളിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വീടുകളുമാണ്, ഓരോ ലക്ഷ്മി ഗ്രഹങ്ങളുമാണ്. ഓരോ വീടും ലക്ഷ്മി ഗ്രഹങ്ങളാണ്, സ്ത്രീകളുടെ ഭവനങ്ങളാണ്. ലക്ഷീകരിപ്പിക്കുന്നവൾ ആരോ അവൾ ലക്ഷ്മി. ആ ലക്ഷ്മിയുടെ ആലയങ്ങളാണ് നമ്മുടെ ഓരോ വീടുകളും. ഓരോ വീടുകളിലും ഇരിക്കുന്ന പരദേവത, ഓരോ വീട്ടിലെയും കുടുംബദേവത എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളാണ്. ആ പുരുഷനെ, മക്കളെ ലക്ഷീകരിപ്പിക്കുന്നവൾ, ഉത്സാഹിപ്പിക്കുന്നവൾ, അങ്ങനെ ഇരിക്കുന്ന ആ മാളികപ്പുറത്ത് വന്ന് എത്തുന്ന ദേവി പാർവതിയാണ്, ശ്രീ പാർവതിയാണ്. ആ പാർവതിയാണ് ശൈവത്തിന്റെ മാറിൽ, ഈ മണ്ണിന്റെ മാറിൽ ചേർന്ന് കിടക്കുമ്പോൾ നിറമില്ലാത്തതായിരിക്കുന്ന ആ പരിശുദ്ധമായിരിക്കുന്ന പാർവതി, ആ ജലം നിറമുള്ളതാകുന്നത്, പൂർണ്ണയാകുന്നത്. ശാസ്താവിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് പൂർണ്ണ. മണ്ണിൽ നിത്യതൃപ്തമായിരിക്കുന്ന, മണ്ണിന്റെ ഉപരിതലത്തിൽ നിത്യതൃപ്തമായിരിക്കുന്ന ജലത്തിന്റെ പേരാണ് പൂർണ്ണ. ശാസ്താവിന്റെ ആദ്യത്തെ ഭാര്യ, അറിവിന്റെ വാമഭാഗമായി എത്തുന്ന രണ്ട് ചൈതന്യങ്ങളാണിത്. പുഷ്കല, ആകാശത്തിൽ നവമേഘമായി എത്തുന്നതാണ് പുഷ്കല. പുഷ്കലയിൽ നിന്നാണ് ഗഗനത്തിൽ നിന്നും ഗമിക്കുന്നത് ഗംഗ. മാളികപ്പുറത്ത് പതിച്ചാൽ പാർവതി. അതായത് ശൈവത്തിൽ തൊട്ടാൽ പാർവതി, ശിവനിൽ തൊട്ടാൽ, ഭൂമിയിൽ തൊട്ടാൽ പാർവതിയാണ്. പർവ്വത നിരകളെല്ലാം മാളികകളല്ലേ? അതെ, തീർച്ചയായിട്ടും. എവിടെ തൊട്ടാലും ശൈവ നിലയമായിരിക്കുന്ന ഏതിൽ തൊട്ടാലും, നമ്മളെ വീട്ടില് ശാസ്താവിനെ പീഠത്തിൽ വെച്ചിട്ട് അതിനെ കാവലായിട്ട് നമ്മുടെ ലക്ഷ്മിമാരെ, മാതൃലോകത്തെ അവിടെ ശാസ്താവിൽ ഏൽപ്പിച്ച്, ശാസ്ത്രത്തിൽ അവിടെ പീഠത്തിൽ വെച്ച് അവരാണ് അവിടെ ഭജനയുമായിട്ടിരിക്കുന്നത്. അപ്പോ ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഓരോ ഭവനങ്ങളും ശ്രീരാമ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന്റെ വിശ്വാസത്തിലുള്ള
ഓരോ ഭവനങ്ങളും മാളികപ്പുറങ്ങളാണ് അല്ലെ? മാളികപ്പുറത്ത് അമ്മമാരാണ് അവിടെ വിളയാടുന്നത്. അവിടെ വരുന്ന സ്ത്രീകളുടെ പേരെന്നാ മോഹൻജി? അപ്പൊ എല്ലാ നമ്മുടെ വീട്ടിലിരിക്കുന്ന മാളികപ്പുറത്ത് അമ്മമാരാണ് അവിടെ വരുന്നത്. ഈ മാളികപ്പുറത്ത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രം. ഈ സ്ത്രീജന ലോകത്തിന് വേണ്ടിയിട്ട് സൂര്യതാപത്തെ, അതായത് ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുവാൻ ശാസ്ത്രയുദ്ധത്തിന് പോയവരാണ് അയ്യപ്പന്മാർ. പരിസ്ഥിതിവാദികളാണ്. മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് സൂര്യതാപത്തെ ഹനിച്ച് ജീവലോകത്തെ, അതായത് മൃത്യുവിനെ അതിജീവിക്കുന്ന മാതൃലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ശാസ്ത്രയുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പോയ, അതായത് വനവൽക്കരണത്തിന്, വനസംരക്ഷണത്തിന്, വനപരിപാലനത്തിന് പോയി തിരിച്ചെത്തുന്ന യോദ്ധാക്കളാണ് ശരിക്കും അയ്യപ്പൻ. അപ്പൊ അല്പം കൂടെ ആഴത്തിൽ വിചാരിക്കുമ്പോ, ചിന്തിക്കുമ്പോ, മനസ്സിലാക്കുമ്പോ ഓരോ ഭവനങ്ങളിലും മാളികപ്പുറത്ത് ദേവീ ക്ഷേത്രങ്ങളാകുമ്പോ, മാളികപ്പുറത്ത് അമ്മമാരാകുമ്പോ ഓരോ വീടുകളും ലക്ഷ്മി ഗ്രഹങ്ങളാണ്. ആ ലക്ഷ്മി ഗ്രഹങ്ങളിൽ ഉള്ളത് മാളികപ്പുറത്തമ്മമാരാണ്. ആ മാളികപ്പുറത്തമ്മമാരാണ് അവിടെ ചെല്ലുമ്പോഴും മാളികപ്പുറത്തമ്മയായിട്ട് അവിടെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. ആണുങ്ങളെ ശാസ്താവായിട്ട് അയ്യപ്പനായിട്ടും വിളിക്കും. മാളികപ്പുറത്തേക്ക് എത്തുന്ന ഓരോ സ്ത്രീയും മാളികപ്പുറത്തമ്മയാണ്. ആ മാളികപ്പുറത്തമ്മയുടെ വീട് തന്നെയാണ് നമ്മുടെ വീടും. നമ്മുടെ അമ്മമാര് തന്നെയാണ്, നമ്മുടെ കുഞ്ഞുമക്കൾ തന്നെയാണ് ആ മാളികപ്പുറം. നമ്മളുടെ ഈ ലോകത്തെ രണ്ട് വിഭാഗങ്ങളിലേ ഉള്ളൂ. ഒന്ന് അയ്യപ്പനും ഒന്ന് മാളികപ്പുറങ്ങളും മാത്രമായിട്ട് അവശേഷിക്കുകയല്ലേ? അതെ, മറ്റൊന്നും ഇല്ല. അതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ മോഹൻജി? ശാസ്ത്രത്തിന്റെ മഹാവൈഭവം എന്ന് പറഞ്ഞാൽ സ്ത്രീ സഞ്ചരിക്കുന്നത് ആത്മശക്തിയിൽ നിന്നും സ്നേഹശക്തിയിലേക്കാണ്. ആത്മാവിൽ നിന്നും മനസ്സിലേക്കാണ് സ്ത്രീയുടെ സഞ്ചാരം. അതായത് അറിവിൽ നിന്നും സ്നേഹത്തിലേക്കാണ് സ്ത്രീകൾ സഞ്ചരിക്കുന്നത്. പുരുഷന്മാര് നേരെ തിരിച്ചാണ്. ആ അമ്മയുടെ മാതൃലോകത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്കാണ് പുരുഷന്മാർ സഞ്ചരിക്കുന്നത്. ക്രോസ് ചെയ്താണ് സഞ്ചരിക്കുന്നത്. മാതൃലോകം ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും, പുരുഷന്മാർ അയ്യപ്പന്മാർ നേരെ തിരിച്ചും സ്നേഹത്തിൽ നിന്നും, ആ അമ്മയുടെ സ്നേഹത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. ശാസ്താവിലാണ് വിലയം പ്രാപിക്കുന്ന പുരുഷന്മാര്. അങ്ങനെ വരുമ്പോ വലിയൊരു ശാസ്ത്ര സത്യം മനസ്സിലാവുന്നവർക്കുണ്ടാവുമല്ലോ. ഒന്ന് അയ്യപ്പനിൽ അവിടെ ചെന്ന് തത്വമസി എന്ന് പറഞ്ഞ് ലയിക്കുന്ന അയ്യപ്പന്മാരും, അതേപോലെ തന്നെ മാളികപ്പുറത്തമ്മ ദേവലോക മാതാവായിട്ടുള്ള മാളികപ്പുറത്തമ്മയും. അതെ, രണ്ടും ശോഭാവനങ്ങളെ അനുഭവിക്കാൻ കഴിയുന്ന അനുഭൂതിയല്ലേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാവും? തീർച്ചയായിട്ടും. നമ്മുടെ മാളികപ്പുറത്തമ്മമാരും നമ്മുടെ വീട്ടിലുള്ളിടത്തോളം കാലം, നമ്മുടെ പുരുഷന്മാർ ജ്ഞാനത്തെ ധരിച്ച ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്ന അയ്യപ്പന്മാരായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നിടത്തോളം കാലം നമ്മൾക്ക് എവിടെയാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോ ശബരിമലയും സന്നിധാനവും മാളികപ്പുറത്തമ്മയും സ്വഭവനങ്ങളിൽ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റണം. അയ്യപ്പൻ പോകുന്നത് എങ്ങനെയാണ്? ഒരു വീട്ടിൽ നിന്ന് അയ്യപ്പൻ പോകുന്നത് ശാസ്താവിനെ പീഠത്തിൽ വെച്ചിട്ട് അവിടെ മാളികപ്പുറത്തമ്മയെ കാവലേൽപ്പിച്ചിട്ടാ പോകുന്നത്. അതാണ്. വളരെ നന്ദി. കാരണം വെച്ച് കഴിഞ്ഞാല് ശബരിമലയ്ക്ക് പോകുമ്പോ മുദ്രമാല അണിയുന്നതും, അതേപോലെ തന്നെ മാളികപ്പുറത്തമ്മയെ ശ്രീകോവിലും മാളികപ്പുറത്തമ്മയും ശബരിമല മണികണ്ഠനും സന്നിധാനവും സ്വന്തം ഭവനത്തിൽ ആണ് എന്നുള്ള ബോധം, അറിവുള്ള ആ ബോധത്തിന് വേണ്ടിയുള്ള യാത്രയാണ് മണ്ഡലകാലത്തെ വ്രതമെടുപ്പ് എന്നുള്ളത് അങ്ങയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. സന്തോഷ്, പ്രണവവേദയുടെ ഒരു ഭാഗം അങ്ങ് വിവരിച്ചു തന്നതിൽ സന്തോഷമുണ്ട്. നന്ദി. ഒത്തിരി സന്തോഷം. മോഹൻജി ഇത് ചോദിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾ ജലമാണ്. ആ ജലം ശ്രീ പാർവതിയാണ്. ആ മീനാക്ഷിയാണ് നമ്മളുടെ സർവ്വ മധുരങ്ങൾക്കും കാരണം. ആ മാളികപ്പുറത്തമ്മ തന്നെയാണ് ലോകമാതാവായിരിക്കുന്ന സർവ്വ ജീവലോകത്തെയും പാർവതീകരിക്കുന്ന പാർവതി. ആ പാർവതിയാണ് ശബരിപീഠത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ശബരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ആ ശ്രീ പാർവതിയെയും ഈ ശബരനെയും ശിവനെയും ചേർത്ത് വെക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ നിലയമാണ് ശ്രീധർമ്മശാസ്താവ് ഇരിക്കുന്ന ആ ശബരിപീഠം, അല്ലെങ്കിൽ ആ അയ്യപ്പന്റെ പുങ്കാവനം. ഈ പശ്ചിമഘട്ടത്തിന്റെ 18 പർവ്വങ്ങൾ, അതിന്റെ സംരക്ഷണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ
ജൈവ നിലയമായിട്ട് പശ്ചിമഘട്ടത്തെ നിലനിർത്തുന്ന ആ ശാസ്ത്രവിധി തന്നെയാണ് നമ്മുടെ ക്ഷേത്രവിധികൾക്കെല്ലാം അടിസ്ഥാനം. നമ്മൾ ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത്. ശാസ്ത്രമാണ് നമ്മളുടെ കയ്യിലുണ്ടാവേണ്ട ദൈവം. ശാസ്ത്രമാണ് ശാസ്ത്രൻ. ശാസ്ത്രമാണ് ശാസ്താവ്. ആ ശാസ്താവ് തന്നെയാണ് കലിയുഗവരതൻ. ഈ കലിയുഗത്തില് ശാസ്ത്രത്തിനാണ് പ്രാധാന്യം, ശാസ്താവിനാണ് പ്രാധാന്യം. അന്ധവിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. നമ്മുടെ എല്ലാം മാളികപ്പുറത്തമ്മമാര് അവരെ ശരിക്കും ദേവതാഭാവത്തിൽ, പരദേവതാഭാവത്തിൽ പൂജിക്കുക. നമ്മുടെ ശ്രീജന ലോകം നമുക്ക് സർവ്വ വൈഭവങ്ങളും, നമുക്ക് സർവ്വ ചൈതന്യങ്ങളും അരുളുന്ന ദേവീഭാവത്തിലേക്ക് ഉയരുക. നമ്മളുടെ വീടുകള് ശരിക്കും സ്വഭവനങ്ങളിൽ മാളികപ്പുറത്തമ്മയെ കണ്ടെത്താൻ കഴിയണം. ഇവിടെ കാണാത്തവര് ശബരിമലയ്ക്ക് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആ ശ്രീ പാർവതിയുടെ മായ മാത്രമാകുന്നു. ശിവനെ നഷ്ടപ്പെട്ട പാർവതിയാണ് സതി. ആ സതിയുടെ പുനർജന്മമായിരിക്കുന്ന ആ മാളികപ്പുറത്തമ്മമാരെ നമ്മളുടെ ദേഹത്തോട് ചേർത്ത് വെക്കുക. ഏറ്റവും നല്ല പ്രണയ മന്ത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഞാൻ എപ്പോഴും പറയും, ഓം നമ ശിവായ എന്ന് തന്നെയാണ്. ശിവനെ പോലെ ഇത്രയും പ്രണയസ്വരൂപനായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പം, ഭാര്യയെ പാതിമയായി ചേർത്ത് വെക്കുന്ന, ആ നാഗവട താലിയെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന ആ ശിവൻ തന്നെയായിരിക്കണം. എന്നോട് പറഞ്ഞത് എന്നും രാവിലെ വെളുപ്പിനേറ്റ് വരുമ്പോൾ ഞാൻ നോക്കും, ഇവിടുത്തെ പുല്ലും മണ്ണും എല്ലാം ഇങ്ങനെ ഈർപ്പം അണിഞ്ഞ് നിൽക്കുകയാണല്ലോ പാർവതി. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും ഈ ശൈവത്തിലേക്ക് പാർവതി നമ്മൾ അറിയാതെ നമ്മുടെ മണ്ണിനെ നനച്ചുകൊണ്ട് വന്നു പോയിട്ടുണ്ടാവും. ലയിക്കുന്നുണ്ട്. ആ പ്രണയമാണ് പ്രളയം. ആ മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് മഹാഋഷീശ്വരന്മാരുടെ മുഴുവൻ ജ്ഞാനത്തെയും ഈ ഭാരതത്തിൽ കാത്തു സൂക്ഷിച്ച നമ്മുടെ പൂർവികരെ ഭക്തി നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി. നമസ്തേ.